അമേരിക്കക്കാരനായ ഡോക്ടർ സ്കോട്ട് വാക്കർ ഹാൻ പ്രസ്ബിറ്റേറിയൻ സഭയിലെ ഒരു പാസ്റ്ററായിരുന്നു. കടുത്ത കത്തോലിക്ക വിരുദ്ധൻ. കത്തോലിക്ക മതവിശ്വാസത്തെ തച്ചു തകർക്കാനുള്ള ലക്ഷ്യത്തോടെ സഭാപിതാക്കന്മാരെയും തിരുവെഴുത്തുകളെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു തുടങ്ങിയ സ്കോട്ട് ഹാൻ കത്തോലിക്ക വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസമെന്ന ബോധ്യത്തിൽ അവസാനം എത്തിച്ചേരുന്നു. തീവ്ര കത്തോലിക്ക മതവിശ്വാസിയായി അദ്ദേഹം മാറുന്നു. ലോകം കാതോർക്കുന്ന പ്രശസ്ത ബൈബിൾ പണ്ഡിതനും ഗ്രന്ഥകാരനും സഭാചരിത്ര പണ്ഡിതനും ബൗദ്ധിക തലത്തിലും ആത്മീയ തലത്തിലും മികവുറ്റ പ്രഭാഷകനുമാണ് അദ്ദേഹം. ഹാൻ പകർന്ന അറിവിൻ്റെ വെളിച്ചത്തിൽ ആയിരങ്ങളാണ് ഇന്ന് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരുന്നത്. ഹാനിൻ്റെ വാക്കുകളിലേക്ക്: കത്തോലിക്കർ പരിശുദ്ധ മറിയത്തെ ബഹുമാനിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നു. കുടുംബമേശയിൽ അവരുടെ സ്ഥാനം നമ്മൾ ഏറ്റുപറയുന്നു. നമ്മൾ അവളെ അവഗണിച്ച് പറഞ്ഞയച്ചാൽ യേശു എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ കഴിയും. ദൈവാലയത്തെ ബഹുമാനിക്കാതെ അവർ അതിനെ ഒരു ചന്തസ്ഥലമായി ഉപയോഗിച്ചപ്പോൾ ദൈവാലയത്തിൽ അവൻ്റെ പ്രതികരണം ഓർക്കുന്നുണ്ടാവും. മറിയം അതിലും എത്രയോ മേലെയാണ്. അവൾ അവനെ 9 മാസം ചുമന്നു, അവനെ വളർത്തി, അവനെ സ്നേഹിച്ചു. ആ മറിയത്തെ എൻ്റെ ഭവനത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് എന്നെ തന്നെ ഒരു ക്രിസ്ത്യാനെന്ന് വിളിക്കാൻ എനിക്കെങ്ങനെ കഴിയും? സ്കോട്ട് ഹാൻ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണിവ. മറിയത്തിന് എൻ്റെയും കുടുംബത്തിൻ്റെയും വളർച്ചയിലും ജീവിതത്തിലും ഞാൻ എന്തു പ്രാധാന്യമാണ് കൊടുക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഈ ജപമാല മാസം നമ്മെ സഹായിക്കട്ടെ.